ചിന്തിച്ചത് വേദഭാഗം അതിൻ്റെ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതിൻ്റെ 10-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് 11 മുതലുള്ള ചില വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. എത്രത്തോളം ഇന്നത്തെ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കത് തീർക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് തീർക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനുള്ള കൃപ നമുക്ക് നൽകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് പഠിച്ചത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ 8 കാര്യങ്ങൾ, ഞാൻ ഇന്ന് രാത്രികാലം അതെല്ലാം പറയുന്നില്ല, 8 കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഈ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വരുവാനുള്ള 8 കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കുവാനിടയായി. എല്ലാവരും അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ എത്ര പേരത് ഓർക്കുന്നുണ്ട്? അതിനകത്ത് ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യത്തെ 5 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളിൽ റീസ്റ്റോർ ദ പർപ്പസ് ഓഫ് മാൻ, മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നതെന്ന് നമ്മൾ 5 മുതൽ അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. കാര്യം കീഴ്പ്പെടുത്തി ദൈവം കൊടുത്തത് പെടാത്തതായിട്ട് ഇപ്പോൾ കാണുന്നുവെന്ന് നമ്മൾ 8-ാം വാക്യത്തിൽ കണ്ടു. അതിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കർത്താവ് വന്നു എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത് നമ്മൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുന്നതിന് വേണ്ടി, ടു ടേസ്റ്റ് ഡെത്ത് ഫോർ ഓൾ, എല്ലാവർക്കും പകരക്കാരനായി ആ നിത്യമരണത്തിൻ്റെ വേദന അനുഭവിക്കുന്നതിനായിട്ട് നമ്മൾ കണ്ടു. 10-ാം വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്, അത് 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇടാം. ആരെങ്കിലും 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നമ്മൾ വായിച്ചത്, ഫോർ ഇറ്റ് ബിക്കം ഹിം ഫോർ ഹും ആർ ഓൾ തിങ്സ് ആൻഡ് ബൈ ഹും ആർ ഓൾ തിങ്സ് ഇൻ ബ്രിങ്ങിങ് മെനി സൺസ് അൺടു ഗ്ലോറി ടു മേക്ക് ദ ക്യാപ്റ്റൻ ഓഫ് ദെയർ സാൽവേഷൻ പെർഫെക്റ്റ് ത്രൂ സഫറിങ്. നമ്മൾ വായിച്ചത് ഇങ്ങനെയായിരുന്നു, കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുക. അത് യുക്തമായിരുന്നു. എങ്ങനെ കഷ്ടാനുഭവങ്ങളിലേക്ക് തികഞ്ഞവനാക്കുന്നവനായിരുന്നു? നമ്മൾ വായിച്ചു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. എന്നിട്ട് ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടത്, കഷ്ടാനുഭവവും അതിനുശേഷമുള്ളൊരു ഗ്ലോറിയും നമ്മൾ കണ്ടു. സഫറിങ് ആൻഡ് ഗ്ലോറി, കഷ്ടതയും അതിനോട് ചേർന്നുള്ള തേജസ്സും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാണുവാനിടയായി. മാത്രമല്ല 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവൻ്റെ രക്ഷാനായകന് പിതാവായ ദൈവം പുത്രനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു കണ്ടു. ഇറ്റ് വാസ് ഫിറ്റിംഗ് ടു ദ ഗോഡ് എന്നായിരിക്കുന്നത്. ഇറ്റ് വാസ് ഫിറ്റിംഗ്, അത് യുക്തമായിരുന്നു. അത് ഞാൻ പറഞ്ഞത്, ഇതിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ക്യാപ്റ്റൻ എങ്ങനെയാണോ അതുപോലെ നമ്മളുമായി തീരണം. നമ്മൾ പറഞ്ഞു നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനിടയായി. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു സഫറിങ് കടന്നു വന്നാൽ, കഷ്ടത വന്നാൽ, അതിനപ്പുറത്ത് ഒരു ഗ്ലോറിയും ഓണറും നമുക്കുണ്ട്. ദൈവഹിതപ്രകാരം ആ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോഴെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം വിശുദ്ധനും നീതിമാനുമായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് യുക്തമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അതെങ്ങനെ ഞാൻ പറയാം, നമ്മുടെ കഷ്ടതയ്ക്ക് പോലും ദൈവിക പദ്ധതിയിൽ ഒരു സ്ഥാനമുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവ് ഭൂമി വന്നപ്പം അവരെല്ലാം കൂടെ പിടിച്ച് കർത്താവിനെ ഒന്നിച്ചോട് ക്രൂശിച്ച് അവർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതല്ല, ഇതൊന്നും യാദൃച്ഛികമല്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇതൊരു അബദ്ധമല്ല, ഒരു കോയിൻസിഡൻസ്, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളതല്ല. അത് ഞാൻ പറഞ്ഞതുപോലെ ദൈവിക നിത്യതയിൽ ഇറ്റ് വാസ് ദ പ്ലാൻ ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു പുത്രനെ ഈ കഷ്ടതയിൽ കൂടെ, അല്ലെങ്കിൽ ഈ നമ്മൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിച്ചതുപോലെ ടേസ്റ്റ് ചെയ്യാൻ, മരണം ആസ്വദിക്കുവാനും മരണം അനുഭവിക്കുവാനും ദൈവം അനുവദിച്ചത് ഒരു അബദ്ധമോ അല്ലെങ്കിൽ ഒരു യാദൃച്ഛികതയോ ഒന്നുമല്ല. മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു തങ്ങളുടെ ക്യാപ്റ്റനെ. ഇറ്റ് വാസ് ഫിറ്റിംഗ് ആയിരുന്നു. അത് നമ്മൾ വായിച്ചതുപോലെ അത് യുക്തമായിരുന്നു നമ്മൾ വായിക്കുവാനിടയിൽ. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മളും കടന്നു പോകുന്ന കഷ്ടാനുഭവങ്ങളും പ്രതിസന്ധികളും ഒരു ദൈവമകനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ യാദൃച്ഛികമായിട്ടില്ല. ഞാൻ അത് വളരെ ശ്രദ്ധിക്കണം. ഒരു ദൈവമകനെ സംബന്ധിച്ച് യാദൃച്ഛികമായിട്ടില്ല.
അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നമുക്ക് ഈ അല്ലാതെ പ്രതിസന്ധികൾ വരും, ദൈവത്തിൻ്റെ പദ്ധതി വിട്ടുപോകുമ്പോൾ വരുന്ന പ്രതിസന്ധികളുണ്ട്. എന്നാൽ യേശു കർത്താവ് നമ്മൾ വായിച്ച കഴിഞ്ഞ ഞായറാഴ്ച മെസ്സേജ് പറഞ്ഞതുപോലെ ഹി വാസ് ദ പർപ്പസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് യേശു കർത്താവായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി മാത്രം ഭൂമിയിൽ വന്നവനായിരുന്നു. അങ്ങനെയുള്ള പുത്രൻ, നമ്മുടെ ക്യാപ്റ്റനാകുന്നവൻ, അവൻ കഷ്ടതയിൽ കൂടി കടന്നുപോയി അവനിൽ ഒരു തേജസ്സും മഹത്വവും ഉണ്ടാകുന്നത് ദൈവത്തിന് ഇഷ്ടമായിരുന്നെങ്കിൽ, അത് ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമായിരുന്നെങ്കിൽ നമുക്ക് 100% നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കാരണം എന്തായിരുന്നു? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തണം. പുത്രൻ കഷ്ടത അനുഭവിച്ച് അവനെ മഹത്വവും തേജസ്സും അണിഞ്ഞവനായി നമ്മൾ കാണുന്നത് പോലെ നമ്മളെയും തേജസ്സിലേക്ക് നടത്തുന്നതിന് വേണ്ടിയാണ് അവൻ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കിയിട്ട് നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നത്. അപ്പം എല്ലാം കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇത് ഒരു ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും തങ്ങളുടെ പ്രതിസന്ധികളിൽ ഇതിനൊരു പരിധിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയാം, നീ ദൈവത്തെ, നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും ഹല്ലേലൂയ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുമെന്ന് നമുക്ക് ഇന്ന് രാത്രികാലം ഉറപ്പാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം. യഹൂദന്മാരെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഈ കഷ്ടത എന്ന് പറയുന്നത്, ക്രൂശ് എന്നൊക്കെ പറയുന്നത് ശാപമാണ്. അങ്ങനെയുള്ള യഹൂദന്മാരിൽ ഒരുവനായിട്ട് ജനിച്ചു വന്ന കർത്താവ് ക്രൂശ് അനുഭവിച്ച് അതിലൂടെ ഒരു രക്ഷാപദ്ധതി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ചിന്താഗതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശപിക്കപ്പെട്ടതാ ക്രൂശ്. എന്നാൽ ആ ക്രൂശ് ശാപമാണെന്ന് ചിന്തിക്കുന്ന കഷ്ടതയുടെ അവസ്ഥ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ ഞങ്ങൾ ക്രൂശ് എന്ന് പറയുന്നത് ദൈവശക്തിയാണെന്നാണ് പറയുന്നത്. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. കാര്യം താൻ അതിനെ, അവരുടെ ചിന്താഗതികളെ ഒറ്റയടിക്ക് മാറ്റി കൊണ്ട് താൻ ആ ഭാഗം വിശദീകരിക്കുക. ഞാനത് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, അയ്യോ കർത്താവേ, നീ കഷ്ടതയൊന്നും അനുഭവിക്കരുതേ. കഷ്ടത അനുഭവിക്കുക എപ്പോഴാ? കർത്താവ് താനിങ്ങനെ കഷ്ടത അനുഭവിക്കാൻ പോവുകയാണ്, താൻ യെരുശലേമിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ, അയ്യോ കർത്താവ് നിനക്ക് അങ്ങനൊന്നും വരരുത്. കാര്യം അവരുടെ ചിന്താഗതി അങ്ങനെയായിരുന്നു. കാര്യം കഷ്ടത എന്ന് പറയുന്നത് ഒരു ശാപവും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ പ്രോസ്പെരിറ്റി മെസ്സേജൊക്കെ കേൾക്കുന്ന ഈ ലോകത്തിൽ ഞാനൊരു കാര്യം പറയാം, പലപ്പോഴും കഷ്ടതയുടെ വിഷയം വരുമ്പോൾ ജനങ്ങൾ പിന്മാറിപ്പോകുന്നതിൻ്റെ കാരണം അവരെ സംബന്ധിച്ച് ശാപമാണെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ പറയാം, തൻ്റെ ക്യാപ്റ്റനെ നമ്മൾ വായിച്ചതുപോലെ അവൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നെങ്കിൽ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നമ്മളെ തേജസ്സിലേക്ക് നടത്തുന്നതാണ്. അതുപോലെ നമ്മൾ അനുദിനവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരാകുന്നതാണ് കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ. കഷ്ടത തകർക്കുവാൻ ഞാനൊരു കാര്യം കൂടെ പറയാം. കഷ്ടതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് നമ്മുടെ ഇല്ലായ്മയെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളെല്ലാം പലപ്പോഴും നാച്ചുറലായിട്ട് എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ടെല്ലാം സാധിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ദൈവം ചില സാഹചര്യം കൊണ്ടുവന്നിട്ട്, മോനെ നിന്നെ കൊണ്ട് പറ്റത്തില്ലടാന്ന് ഓർപ്പിക്കണമെങ്കിൽ ചില പ്രതിസന്ധികൾ വരണം. കൊറോണ വന്നപ്പം കാശ് ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഓക്സിജൻ കിട്ടാതെ എൻ്റെ കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ ഇന്നബിലിറ്റി, അതിൻ്റെ കഴിവില്ലായ്മ നമുക്ക് മനസ്സിലായി. ആരോഗ്യമുള്ളവർ ഒരു സമയം തീരുമ്പോൾ അവരുടെ ഇന്നബിലിറ്റി മനസ്സിലാക്കി. ഞാൻ പറയാം, വിദ്യാഭ്യാസമുള്ളവൻ, അവന് ജോലി നഷ്ടപ്പെട്ടു, എല്ലാം പോയപ്പോൾ അവൻ ഇന്നബിലിറ്റി മനസ്സിലാക്കി. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിൽ ഡിപ്പെൻഡൻ്റ് ആകണമെങ്കിൽ നമ്മൾ തകർക്കപ്പെടേണ്ടതായിട്ടുണ്ട് പല മേഖലയും. അതുകൊണ്ടാണ് മോശ, നമുക്കറിയാം, ഞാൻ എൻ്റെ ചിന്ത മാറിപ്പോയെങ്കിൽ ഞാൻ പറയാം, മോശ എല്ലാ കഴിവുള്ളവനും അഭ്യസിച്ചവനും ശാസ്ത്രവും ജ്ഞാനവും അറിയാവുന്നവനും പ്രസംഗത്തിൽ അവന് നല്ല കഴിവുള്ളവനും ആയിരുന്നെങ്കിലും കർത്താവിന് യൂസ് ചെയ്യേണ്ടി വന്നപ്പോൾ അവൻ്റെ അധികാരം പോയി, അവൻ്റെ സമ്പത്ത് പോയി, അവൻ്റെ സംസാര ശൈലി പോയി, വിക്കനായി. ഇങ്ങനെ പല നിലകളിൽ അവൻ്റെ ജീവിതത്തിലുള്ള ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. നിരാത്രികാലം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല മേഖലകളിൽ നമ്മളെ തകർക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കും. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക് തന്നെയാണെന്ന് നമുക്കൊരു ബോധ്യം വരണം. അവിടെയാണ് നമ്മുടെ ഉറപ്പ് കർത്താവെങ്കിൽ വരുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഇവിടെ പൗലോസ് പറയുമ്പോൾ 1 കൊരിന്ത്യർ 1:23-24 നമ്മൾ വായിക്കുമ്പോൾ ക്രൂശിന്റെ നിന്ന നീക്കുന്ന ഒരു കർത്താവിനെ പറ്റി നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ക്രൂശിന്റെ നിന്ന യഹൂദനെ സംബന്ധിച്ച് ശാപമായിരുന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൗലോസ് അവിടെ പ്രസംഗിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മൾ വായിക്കുവാനിടയായി. ഇന്ന് നമ്മൾ ഇതുവരെ വായിച്ച കാര്യത്തിൽ ഞാൻ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇതുവരെ വായിച്ച വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലായ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം.
1-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ കാണുന്നത് പുത്രനിൽ നിന്നുള്ളൊരു വാക്ക് മാത്രമേ ഉള്ളൂ. യേശു കർത്താവിന്റെ ദൈവത്വമായിരുന്നു 1-ാം അധ്യായത്തിൽ പറഞ്ഞത്. 2-ാം അധ്യായത്തിൽ കടന്ന് നമ്മൾ 9-ാം വാക്യം തൊട്ടാണ് പുത്രന് പകരമായിട്ട് യേശു എന്നുള്ള മനുഷ്യത്വത്തിലുള്ള ആ യേശു കർത്താവിന്റെ പേര് നമ്മൾ വായിക്കുന്നത് യേശു. നമ്മൾ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും ഒരു അല്പം താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചു എന്ന് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ വായിച്ചു. അന്നേരം പുത്രൻ മനുഷ്യനായി തീർന്നു, അവൻ രണ്ടാമത് നമ്മൾ മരണം അനുഭവിച്ചു, നമ്മൾ വായിച്ചു. ഹി ടേസ്റ്റഡ് ഡെത്ത്. അതുപോലെ തന്നെ ഹി സഫേർഡ് ഡെത്ത്, മരണം അനുഭവിച്ചു, കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ എഫക്റ്റാണ് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഇന്ന് രാത്രികാലം ആ ഒരു വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ 11 മുതൽ 14-ാം വാക്യം വരെയുള്ളത്. 14-ാം വാക്യം കണ്ടിന്യൂസാ പോകുന്നത്. 14-ാം വാക്യത്തിന്റെ അവിടം വരെ ഒന്ന് വായിക്കാൻ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചാട്ടെ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഞാൻ അവിടെ അത്രയും ഭാഗം നിർത്തുകയാണ്. ഒരു വേദഭാഗം പറയുന്നത് നമ്മൾ ഇതുവരെ വായിച്ച വേദഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനിയും നമ്മൾ വായിച്ചതുപോലെ മരണം അനുഭവിച്ചു, മനുഷ്യനായി വന്നു, രക്ഷാനായകനായി, അതുപോലെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനായി. ഇതുകൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് തുടർന്ന് ലേഖനകർത്താവ് അവിടെ വിശദീകരിക്കുന്നത്. അത് നമുക്ക് ഒറ്റയടിക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ചുരുക്കത്തിൽ ഈ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് സിമ്പിളായിട്ട് യേശു കർത്താവ് മനുഷ്യനായി, അതുകൊണ്ട് അവരിൽ വിശ്വസിക്കുന്നവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ പറ്റി. ഒന്ന്. രണ്ടാമത് 12-ാം വാക്യത്തിൽ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മക്കളെന്നുള്ള പേരിലേക്ക് അവർ മാറ്റപ്പെടുവാനിടയായി. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ കാര്യം. ഇതിന്റെ പിമ്പിലെ കാര്യം എന്താ? പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിനകത്ത് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ 11-ാം വാക്യം തുടങ്ങുമ്പോൾ ഇങ്ങനൊരു വാക്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും, ഫോർ ബോത്ത് ദാറ്റ് സാങ്ക്ടിഫൈഡ് ആൻഡ് ദേ ഹൂ ആർ സാങ്ക്ടിഫൈഡ്. ഇവിടെ ഈ വിശുദ്ധീകരണം എന്നൊരു വാക്കുണ്ട്, വിശുദ്ധീകരണം അല്ലേ? നമ്മള് ഈ പെട്ടെന്ന് ചില വാക്കുകളൊക്കെ നമ്മൾ ഈ അർത്ഥം അറിയത്തില്ലെങ്കിലും നമ്മൾ പലപ്പോഴും ഈ വിശുദ്ധീകരണം എന്നൊക്കെ ഉള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു വാക്കാണ് നീതീകരണം. ഞാനിത് അതിൻ്റെ അടുത്ത് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയാ. വിശുദ്ധീകരണം എന്ന് വെച്ചാൽ സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. നീതീകരണം എന്ന് പറയുന്ന ഒരു വാക്കുകളുണ്ട്, നീതീകരിക്കുക, ജസ്റ്റിഫൈ ചെയ്യുക, ജസ്റ്റിഫിക്കേഷൻ. നമ്മളിവിടെ പറയുമ്പോൾ ഈ വിശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ താൻ ഇവിടെ പറയുന്നത് തങ്ങളുടെ ക്യാപ്റ്റന്റെ പിന്നാലെ വരുന്ന ചില ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ക്യാപ്റ്റൻ നിട്ടത്. ആ ക്യാപ്റ്റനെ പറ്റി പറയുന്നത് അവൻ എന്ത് ചെയ്യണം? അവൻ വിശുദ്ധീകരിക്കുന്നവനാണ്. കുറെ ആൾക്കാർ എന്താണ്? വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ്. എന്നാലും വിശുദ്ധീകരിക്കുന്നവനാരാ? യേശു കർത്താവ്. ആരെ വിശുദ്ധീകരിക്കുന്നത്? വിശുദ്ധീകരിക്കപ്പെടുന്നവരും നമ്മളാണ്. പക്ഷെ ഇതിന് വിശുദ്ധീകരണം എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാം. നീതീകരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ വിശുദ്ധീകരണത്തിന്റെ ആ പ്രോസസ്സ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്താ നീതീകരണം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ റോമാലേഖനം ബൈബിൾ ക്ലാസ്സായിട്ട് പഠിച്ചതാണ്. നീതീകരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും മോചിക്കപ്പെട്ട് ദൈവത്തിന്റെ മുമ്പാകെ നീതിമാനാണ് നമ്മളെ പ്രഖ്യാപിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നീതീകരണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ഉദാഹരണം പറഞ്ഞുതരാം. കാര്യം ലോകത്തിലെ നീതീകരണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ ജയിലിൽ കിടക്കുക, അവനെ ശിക്ഷാവിധിയായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു അവൻ കുറ്റക്കാരനല്ലെന്ന്. അന്നേരം ജഡ്ജി പ്രഖ്യാപിക്കുക, അയ്യോ ഇവൻ കുറ്റവാളിയായിട്ട് കിടക്കുകയായിരുന്നു, ഇപ്പൊ ഇവൻ ആരല്ല,
കുറ്റക്കാരനല്ലെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ അവൻ നീതീകരിച്ചെന്ന് പറയുന്നത്. എന്നാൽ തിരുവചനത്തിൽ പറയുന്ന നീതീകരണം എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപിയായ മനുഷ്യൻ അവനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവനെ നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവൻ്റെ അതേ അവസ്ഥയിൽ തന്നെ അവനെ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവനെ നീതിമാനാക്കുക ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പോൾ ഒരു കോർട്ടിൽ ഒരാളൊരു ഇതിപ്പം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണമായിട്ട് യോജിക്കത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കോർട്ടിൽ ഒരാൾ ജയിലിൽ കടന്നു, കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു. കോടതി അവനെ നീതിമാനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചെന്ന് വിചാരിക്കുക. പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവൻ കുറ്റവാളിയായിരുന്നു, അവനെ അങ്ങ് എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങ് ദയാഹർജി കൊടുത്ത് അവനെ അങ്ങ് വിട്ടു, അവനെ എന്ത് ചെയ്തു, റിലീസ് ചെയ്തു. പക്ഷെ അവൻ കുറ്റം ചെയ്തിട്ടുണ്ട്. അവനെ എന്ത് ചെയ്തു, ദയാഹർജി കൊണ്ട് അവനെ വെളിയിൽ വിടുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. എന്ന് പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ ആ കുറ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കിടക്കുക. എന്നാൽ അതിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കാൻ വേണ്ടി അവനെ ഇപ്പൊ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഈ ട്രെയിനിങ് ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് അവനെ ട്രെയിൻ ചെയ്യുക, അവൻ തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെടുത്തി അവനെ മാറ്റിയത്. ഇത് രണ്ട് പ്രോസസ്സാണ്. ഒന്ന്, അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക, പിന്നെ അവൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന നിലയിൽ അവനെ 1 by 1 ആയിട്ട് പഠിപ്പിക്കുക. ഇത് നമ്മൾ രണ്ടും മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക, പിന്നെ അവൻ്റെ ആ കൊലപാതകത്തിൻ്റെ ആ മനസ്സൊക്കെ ഒന്ന് മാറ്റി അവനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരിക. ഇത് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് വേണേ ബിബ്ലിക്കലി നോക്കുന്ന ഉടനെ ഒന്നിന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒന്ന് നീതീകരണമാണ് കോർട്ട് പ്രഖ്യാപിക്കുന്നത്, രണ്ടാമത് അവനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് വിശദീകരണം എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണം ഈ വേദഭാഗത്ത് നമുക്ക് തന്നെ നോക്കിയാൽ അത് കാണാൻ പറ്റും. ഞാൻ വാക്യം റോമാലേഖനത്തിലൊക്കെ നമ്മൾ ഈ വാക്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. ഞാൻ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഇവിടെ നമ്മളിപ്പം ഈ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് വിശദീകരിക്കുന്നവർക്കും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കപ്പെടുന്നവർക്കും, വിശദീകരിക്കുക എന്ന് പറയുന്നതും വിശദീകരിക്കപ്പെടുക, സാങ്ക്ടിഫൈസ് ആൻഡ് സാങ്ക്ടിഫൈഡ് ആർ ബോത്ത്. നമ്മൾ ഇതിനകത്ത് വായിച്ച പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്, ഇപ്പൊ നടക്കുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസീവായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ വിശദീകരണം പറഞ്ഞിരിക്കുന്നത്. ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ വിശദീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇന്ന സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുമെന്ന് പറയുമ്പോൾ അതതിൻ്റെ തുടക്കമാണ്. എന്നാൽ ഇവർ വിശദീകരിക്കപ്പെടുന്ന ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ഇത് പ്രോഗ്രസീവ് ആണ്, വർത്തമാന പ്രസന്റ് ടെൻസിലാണ് ഇത് പറയുന്നത്. ഈ ചേഞ്ചസ് അവൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടത്. അതുകൊണ്ട് ഇതിന് പറഞ്ഞ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർമാനമായ വിശുദ്ധീകരണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇതാരാ ചെയ്യുന്നത്? വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുവനല്ലോ പിതാവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വേദഭാഗം വരുന്നത്. ഈ വിശദീകരണം എന്നുള്ള വാക്കിന് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതിൻ്റെ ശരിക്കുള്ള മൂലഭാഷ ഞാൻ അതിന് വിശദീകരിക്കാൻ ഒത്തിരി പോകുന്നില്ല. പക്ഷേ വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള മീനിങ് സെപ്പറേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ സെറ്റ് അപ്പാർട്ട്, നമ്മളെന്ത് ചെയ്യുക, മാറ്റി നിർത്തുക എന്നുള്ള അർത്ഥമാണ് വിശദീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. ഈ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ. നമ്മളെ കൊണ്ട് പറ്റുമോ? അവിടെ പറഞ്ഞ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിശുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ കാര്യം. എന്നാൽ ഈ ദൈവം നമ്മളോട് പറയുന്നത് പഴയ നിയമകാലത്ത് പഴയ നിയമത്തിൽ യഹൂദന്മാരോട് പറയുന്ന ഒരു ലേവ്യ പുസ്തകത്തിലെ കൊട്ടേഷനാണ് പത്രോസ് എടുത്ത് പറയുന്നത്. അവരോട് പറയുന്നത് നിങ്ങൾ ജാതികളിൽ നിന്ന് വ്യത്യസ്തരാണ്. സെപ്പറേഷൻ എന്ന് പറയുന്നത്, വിശുദ്ധീകരണം എന്ന് പറയുന്നത്, അല്ലെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുക. അവർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല, ചില നിലകളിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ചില നിലകളിലുള്ള വസ്ത്രം അവർക്ക് ധരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പഴയ നിയമത്തിൽ ജാതികളിൽ നിന്ന് അവരെ സെപ്പറേറ്റ് ആക്കി കാണുമായിരുന്നു. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അവർക്ക് കുളമ്പ് പിളർന്ന് കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ അങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വ്യത്യസ്തരായിരുന്നു. അതാണ് അവർ വിശുദ്ധീകരണം എന്ന് പറയുന്നവരെ പറ്റി. എന്നാൽ ദൈവത്തെ വിട്ടു പോയപ്പോൾ ഇവർ ദൈവിക വിശുദ്ധിയിൽ നിന്നല്ല അകന്നുപോയി. എന്നാൽ പുതിയ നിയമ വിശുദ്ധീകരായ നമ്മളോട് പറയുന്നത്
നമ്മള് ഈ പറയുന്ന വിശുദ്ധിക്ക് അപ്പുറമായിട്ട് പഴയ നിയമത്തെ കാര്യങ്ങളെല്ലാം പുറമേ ഉള്ള പ്രവൃത്തിപരമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അകമേയുള്ള കാര്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകള്, നമ്മുടെ മനസ്സിൻ്റെ ഇടപാടുകൾ, മനസ്സിൽ വരുന്ന ബോധ്യം, ഇതെല്ലാം ലോക മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം നമ്മുടെ ചിന്തകൾ. അതാണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ പോലെ പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, അവര് നടക്കുന്നത് പോലെ ജഡിക മോഹങ്ങളിൽ നിങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതികൾക്ക് മാറ്റം ഉണ്ടാകണം. അതായത് അവിടെ ഒരു വിശുദ്ധിയാണ് പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നത്. ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യം, ഇവിടെ ഈ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ തൊട്ട് പുറകിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ പറഞ്ഞു, ഈ നമ്മൾ സെറ്റപ്പാർട്ട് നമ്മുടെ ചിന്താഗതികളില്, നമ്മുടെ ചിന്താമണ്ഡലത്തില് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആകുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ അനുദിനവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ ചിന്ത ഇപ്പൊ ലോകമനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ. അതുകൊണ്ടാ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ രൂപാന്തരം അല്ലെങ്കിൽ വിശുദ്ധീകരണം തുടങ്ങേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു വിശുദ്ധീകരണമാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഈ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ തൊട്ടു പുറകിലത്തെ വാക്യത്തിൽ, നമ്മൾ 10-ാം വാക്യത്തിൽ വായിച്ച ഒരു വാക്കുമായിട്ട് ബന്ധപ്പെടും. അനേക പുത്രന്മാരെ എങ്ങോട്ട് നടത്തും? തേജസ്സിലേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, അത് ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. തേജസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറ് ക്രിസ്തുവിന്റെ സ്വഭാവമായിട്ട് രൂപാന്തരപ്പെടുക. നമ്മുടെ ചിന്തകള്, നമ്മുടെ ഇടപാടുകള്, അതെല്ലാം ദൈവത്തിന്റെ ക്യാരക്ടറിനോട് ചേർന്ന് വരുന്നത് തേജസ്കരിക്കപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അനേക പുത്രന്മാരെ എങ്ങോട്ട് നടത്താനാ? തേജസ്സിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്, വിശുദ്ധീകരിക്കപ്പെടുക, നമ്മളെ വിശുദ്ധീകരിക്കുക, നമ്മളെ തേജസ്സിലേക്ക് നടത്തുക. അതാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്നവരായിട്ട് മാറണം. അതായത് അതാരാ ചെയ്യുന്നത്? നമ്മൾ ഈ വായിച്ചത് വിശുദ്ധീകരിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിശുദ്ധീകരിക്കുന്ന നമ്മുടെ കർത്താവാണ്. വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മളാണ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ പറയുക, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു. 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം പിതാവ് ഒരുവനല്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ആ വാക്യം വരുന്നതിന് മുമ്പായിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇത് നമ്മൾ മലയാളം വായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുവനല്ലോ പിതാവെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇന്ന് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ വായിച്ചാൽ, അതുപോലെ തന്നെ POC ബൈബിളിലും വായിച്ചാൽ കാണാൻ സാധിക്കും. അങ്ങനെയല്ല അവിടെ എഴുതി. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കപ്പെടുന്നവരും എല്ലാവരും ഒരുവനിൽ നിന്നല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞ് ഞാനൊരു സിമ്പിൾ ട്രാൻസ്ലേഷൻ വായിച്ച് കേൾപ്പിക്കാം. ഫോർ ബോത്ത് ഹി ദാറ്റ് സാങ്ക്ടിഫയത്ത് ആൻഡ് ദേ ഹു ആർ സാങ്ക്ടിഫൈഡ് ആർ ഓൾ ഓഫ് വൺ. അല്ലെങ്കിൽ ഒരുവനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരേ നിലയിൽ തന്നെയാണല്ലോ വിശുദ്ധീകരിക്കപ്പെടുന്നവനിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെടുവനും ആയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക. ഒരു ബന്ധം പറഞ്ഞിരിക്കുക. അതവിടെ നമ്മൾ ശരിക്കുള്ള ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഒരു പിതാവെന്നുള്ള വാക്കില്ല. പക്ഷെ ഒരുവനിൽ നിന്നല്ലോ എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്തുവാ? ഞാൻ പറഞ്ഞ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് സെറ്റപ്പാർട്ടാണ്. അതൊന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് തേജസ്സിലേക്ക് നയിക്കപ്പെടുന്നതാണ് എന്ന് ഞാൻ പറയാനിടയായി. നമ്മൾ വായിച്ചു, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇപ്പൊ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആരാ? യേശു കർത്താവ്. അന്നേരം ഇത് എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിശുദ്ധീകരണം ദൈവത്തിന്റെ വിശുദ്ധിയാണ് ക്രിസ്തുവിൽ കൂടെ നമ്മിലേക്ക് വരുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ശിഷ്യന്മാര് ഈ തേജസ് കണ്ടത് എങ്ങനെയാന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. എന്നാലും ഒന്ന് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം.
അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അടുത്ത വായിച്ചേ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് ഈ ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അടുത്തത്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിൽ കണ്ട. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം. യേശു കർത്താവ് മനുഷ്യത്വത്തിലായിരുന്നപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന തേജസ് എന്ന് പറയുന്നത്, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരുടെ തേജസ്സായിട്ട് കണ്ടെന്നാ പറയുന്നത്? പിതാവിന്റെ തേജസ്സായി കണ്ടു. നിങ്ങൾ വാക്യം ശരിക്കും വായിച്ചു നോക്കണം. എങ്ങനെ കണ്ടു? പിതാവിന്റെ തേജസ്സായിട്ട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവായ ദൈവത്തിന്റെ വിശുദ്ധി, ഞാൻ പറഞ്ഞു, മനുഷ്യനായ ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടു വന്നു. അതാര് കണ്ടു? ശിഷ്യന്മാര് കണ്ടു. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കുമ്പോൾ ആ പുത്രൻ തമ്പുരാനാണ് നമ്മളെ വിശദീകരണത്തിലേക്ക് നയിക്കുന്നത്. അതാണ് നമ്മൾ ഈ 11-ാം വാക്യത്തിൽ വായിച്ചത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഓർഡർ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അതാണ് വിശദീകരണം നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അതുകൊണ്ട് പറയുകയാണ്, അടുത്തത് ഈ 11-ാം വാക്യത്തിൽ വായിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണ്, വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്, അല്ലെങ്കിൽ ആ പിതാവിൽ നിന്നല്ലോ ഈ വിശദീകരിക്കപ്പെട്ടവനും വിശദീകരിക്കപ്പെടുന്നവർക്കും ഒരുവനാണ് പിതാവ്. അവനിലുള്ള വിശുദ്ധിയാണ് നമ്മിലേക്ക് പകരപ്പെട്ടതെന്ന് പറയുക. എന്നിട്ട് അടുത്ത വാക്യം അത് തുടങ്ങുന്നതെന്ന് അറിയാമോ? അത് ഹേതുവായി അവൻ അവരെ എന്ത് ചെയ്യുന്നില്ല? സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. നമ്മൾ ഇവിടെ ചോദിച്ചു, ഏത് ഹേതുവായെന്നൊരു ചോദ്യം വരും. ഏത് ഹേതുവായിട്ടാ? ഫോർ വിച്ച് കോസ് ഹി ഈസ് നോട്ട് അഷേംഡ് ടു കോൾ ദം ബ്രദറൻ. എന്ത് കാരണം കൊണ്ടാണ് സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും ഒരേ പിതാവായിട്ട് പിതാവിൽ നിന്നുള്ള ആ വിശുദ്ധീകരണം നമുക്കും ലഭിച്ച് നമ്മൾ തേജസ്സിലേക്ക് നടക്കുന്നത് കൊണ്ട് നമ്മൾ പറയാം, അത് ഹേതുവായി അവനെ എന്ത് ചെയ്യുന്നില്ല? അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. ഈ ഒരു വാക്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. എന്താ? യേശു കർത്താവ്, ഇതുകൊണ്ടാണ് പറയുന്നത്, വി ആർ ബ്രദേഴ്സ്. യേശു കർത്താവ് നമുക്ക് ജ്യേഷ്ഠ സഹോദരനാണ്. നമ്മൾ വേറെ ഭാഗത്ത് വായിക്കുന്നുണ്ട്, അവൻ നമുക്ക് ജ്യേഷ്ഠ സഹോദരനായി തീരാനുള്ള കാരണം, നമ്മുടെ വിശുദ്ധീകരണം നമ്മൾ ക്രിസ്തുവിൽ കൂടെ പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ തേജസ്കരണം, പിതാവിന്റെ ക്യാരക്ടർ, നമ്മൾ അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അവനെ എന്ത് ചെയ്യുന്നു? അവങ്കിലേക്ക് നോക്കി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നവരാണ്. അറിയാലോ വാക്യം. തേജസ്സിന്മേൽ എന്ത് ചെയ്യുന്നു? നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നവരാ. ഒന്നുകൂടെ മനസ്സിലാക്കണം, ഈ വേർപാട്, ഈ വിശുദ്ധി എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഈ തേജസ് എന്ന് പറയുന്നത്, നമ്മൾ ചന്ദ്രനിലെ വെളിച്ചം എങ്ങനെ സൂര്യനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നോ അതുപോലെ നമ്മൾ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മിലേക്ക് ആ വിശുദ്ധിയുടെ കിരണം അടിക്കുന്നത് കൊണ്ടാണ് നമ്മിൽ ഈ തേജസ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അവൻ അവൻ്റെ ജീവിതത്തിൽ ഈ തേജസ്, അല്ലെങ്കിൽ തേജസ്സിന്മേൽ തേജസ് അവന് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വിശുദ്ധീകരണം അവൻ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അത് ഹേതുവായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ. അത് വളരെ ഇന്ന് രാത്രിക്കാലം നിരാശയോടെ നമ്മളെ പലരും സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, അത് ഹേതുവായി അവൻ അവരെ എന്ത് ചെയ്യുന്നില്ല? സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ. പലരും നമ്മുടെ കുടുംബ പാരമ്പര്യവും കാസ്റ്റും കളറും ക്രീഡും ഒക്കെ പറഞ്ഞ് വേർപിരിക്കുമ്പോൾ യേശു കർത്താവ് പറയുക, അവൻ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഇപ്പൊ ചില വീടുകളിൽ ഒരു 4-5 മക്കളുണ്ടെന്ന് വിചാരിച്ചു. ഒരുവൻ ഭയങ്കര കുടിയനാ, ബാക്കിയുള്ളവരെല്ലാം ഡോക്ടേഴ്സും IAS-കാരുമാണ്. അതായത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഞങ്ങളുടെ സഹോദരനാന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് ലജ്ജയാണ്. ഇങ്ങനെ പറയുന്നത് കേട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസിന് യോജിച്ചതല്ലാത്തത് കൊണ്ടാണ് അവരുടെ. എന്നാൽ ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, നമ്മളെ ക്രിസ്തുവിന് അനുരൂപമാക്കുന്നതും തേജസ്സിലേക്ക് നടത്തുകയും ചെയ്ത് നമ്മളെ അങ്ങനെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ദൈവജനം പറയാ, അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ പുത്രൻ ലജ്ജിക്കുന്നില്ല. നമുക്ക് ഏറ്റവും
മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പം ഈ തൻ്റെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരെ കോമണായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തെറ്റിപ്പോയ ആടുകൾ, ജനങ്ങളെയൊക്കെ നോക്കി പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഈ സഹോദരന്മാരെന്ന് പറഞ്ഞില്ല. ഈവൻ തൻ്റെ അമ്മയും സഹോദരന്മാരും തൻ്റെ അടുത്ത് വരുമ്പോഴും നമുക്ക് ഒരു വാക്യം എന്ന് വെച്ചാൽ മത്തായി സുവിശേഷം, അവരെ നോക്കിയിട്ട് എന്താ യേശു കർത്താവ് വിളിക്കുന്നത് നമുക്കറിയാം. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളെന്ന് വായിച്ചു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. വായിച്ചോ? മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46 മുതൽ വായിച്ചോ. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ലോകപരമായിട്ടുള്ള കാര്യമോ, അവന്റെ അമ്മയും സഹോദരന്മാരും. അവൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മ ആര്, എൻ്റെ സഹോദരന്മാരാര് എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? ഈ സ്വന്തമായിട്ടുള്ള സഹോദരന്മാർ, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ആര്? എൻ്റെ സഹോദരനും സഹോദരിയുമാകുന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അവിടെ ഇവരെല്ലാം ഈ ശിഷ്യന്മാരെ നോക്കിയിട്ട് അവരോട് പറയുക, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സഹോദരന്മാരാകും, അല്ലാതുള്ള ബന്ധമല്ല യേശു കർത്താവ് പറഞ്ഞു. എന്നാൽ യേശു കർത്താവ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെന്ന് വിളിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം എടുത്തു 20-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു. അവിടെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചോ. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ യഥാർത്ഥത്തിൽ ഈ വാക്യത്തിൽ പറയാ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരുടെ അടുക്കല് എന്ത് ചെയ്യുന്നു? തൻ്റെ അടുക്കൽ വന്ന ആ മറിയോട് പറയുക, എന്നെ തൊടരുത്, ഞാനിവിടെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ഇനി നീ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം പറയാം, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. അവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരു ബന്ധം ശ്രദ്ധിച്ചോണം. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. നമ്മൾ ഇവിടെ വാക്യത്തിൽ വായിച്ചെങ്ങനാ? എല്ലാവർക്കും ഒരുവനല്ലോ പിതാവ്. അതിനു മുമ്പ് തെറ്റിപ്പോയ ആടുകളെ പോലുള്ള ജനമായിരുന്നു ഇവര്. എന്നാൽ ഇപ്പൊ ഉയർത്തെഴുന്നേറ്റ് പറയുകയാണ്, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. ഇപ്പോഴവർ സഹോദരന്മാരാകുക. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നെന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. നമ്മൾ അത് തന്നെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ 28-ാം മത്തായി സുവിശേഷം 28-ന്റെ 7 പറയുമ്പോൾ അവിടെ ദൂതൻ ഇത് ശിഷ്യന്മാരോട് തന്നെ പറയുന്ന കാര്യമാണ് കാണുന്നത്. 28-ന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്. 7-ാം വാക്യം 28-ന്റെ 7 മത്തായി 28-ന്റെ 7. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ. ഇതാരാ പറയുന്നത്? ഇത് ദൂതൻ മറിയോട് പറയും. എവിടെ ചെന്ന് പറയണം? ശിഷ്യന്മാരോട് എന്ന് പറയണം. എന്നാ അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു. 10-ാം വാക്യം ഒന്ന് വായിച്ചേ. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട്. അവിടെ നിങ്ങൾ ശിഷ്യന്മാരോട് പറയാൻ ദൂതൻ പറയുക. യേശു കർത്താവ് ഇപ്പോഴെന്താ പറയുന്നത്? നിങ്ങൾ ചെന്ന് എന്റെ സഹോദരന്മാരോട് പറയുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. അതായത് എപ്പോഴാണ്? അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിച്ച് യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് താൻ ജഡശരീരത്തിൽ ഭൂമിയിൽ വന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇവിടെ പറയുകയാണ്, അത് ഹേതുവായി അവൻ എന്ത് ചെയ്യുന്നില്ല? അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ട കാര്യം, യേശു കർത്താവ് നമ്മളെ സഹോദരൻ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. എന്നാൽ നമ്മളൊരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്, നമ്മൾ യേശു കർത്താവിനെ കുറിച്ച് ലജ്ജിക്കുന്നവരാണോ? നമ്മൾ വചനത്തിൽ മർക്കോസിന്റെ സുവിശേഷം 8-ന്റെ 38 വായിക്കുമ്പം 2 വാക്യം വായിച്ചു പെട്ടെന്ന്.
നമുക്ക് ഇന്ന് രാത്രിക്കാലം ഇത് കേൾക്കുമ്പോൾ കർത്താവ് അങ്ങനെ നമ്മളോട് ചെയ്യുന്ന കർത്താവ് ചെയ്യുന്നെങ്കിൽ ലജ്ജിക്കാതെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട്. വായിച്ചോ അത്. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. ശ്രദ്ധിക്കുക, കർത്താവ് നമ്മളെ പറ്റി ലജ്ജിക്കുന്നില്ല. നമ്മളോട് ചോദിക്കുക, നമ്മൾ അവനെ പറ്റി ലജ്ജിച്ചാൽ, ദൈവത്തിന് പറയുക, പിതാവ് വരുമ്പോൾ അവന്റെ മുമ്പിൽ, കർത്താവിന്റെ വരവിങ്കൽ അവന്റെ മുമ്പിൽ കർത്താവ് നമ്മളെയും തള്ളിപ്പറയുമെന്നോ. ഞാൻ കുറെ വാക്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞ വാക്യം എടുക്കാൻ സമയം. അതെ, അതുപോലെ തന്നെ മത്തായി 10:32 വായിക്കുമ്പോൾ എന്നെ പറ്റി ഏറ്റുപറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുന്നതും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി. അതായത് ഇവിടെ കർത്താവ് പറയാം, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നില്ല, ലജ്ജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും എല്ലാം പിതാവ് ഒരുവനാണ്. ആ ഒരു പിതാവിൽ കൂടെ നമ്മളുമായിരിക്കുന്നതുകൊണ്ട് ഞാൻ ലജ്ജിക്കുന്നില്ലെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ 12-ാം വാക്യത്തിലേക്ക് കടന്നു. അടുത്ത 12-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. 12 വായിച്ചോ. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ മതി. ഇവിടെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ എന്തുവാ ചെയ്യുന്നെന്നാ പറയുന്നത്. എന്തുവാ ചെയ്യുന്നത്? യേശു കർത്താവ് പറയുകയാണ്, യേശു കർത്താവ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുക. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ഈ വാക്യം എവിടുന്നെടുത്ത കൊട്ടേഷനാണെന്നറിയോ? 22-ാം സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം ഒന്ന് എടുത്തു. നമുക്ക് 22-ാം സങ്കീർത്തനം ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. സാംസ് 22 അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചോ. സങ്കീർത്തനം 22:22. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. മതി. ഈ വാക്യം 22-ാം സങ്കീർത്തനം നമുക്കറിയാം എന്താണ്. 22-ാം സങ്കീർത്തനം യേശു കർത്താവ് ഒരു മിശിഹൈക സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ കഷ്ടതകൾ തുടങ്ങുന്നത് തന്നെ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് നിലവിളിക്കുന്ന പ്രോഫറ്റിക്കലായിട്ടുള്ളൊരു മെസ്സേജാണ് 22-ാം സങ്കീർത്തനം തുടങ്ങുന്നത്. അതിനകത്ത് വളരെ രസകരമായ കാര്യം, അവിടെ ഈ പറഞ്ഞ പ്രസംഗം ആരെ പറ്റിയാണ് എന്നുള്ളത് നമ്മൾ 22 അതിൻ്റെ 21-ാം വാക്യം വായിക്കും. 22, 21 വായിക്കുമ്പോൾ കഷ്ടതയുടെ അവസ്ഥയിൽ നിന്നുള്ള നിലവിളിയാണ് നമ്മൾ കാണുന്നത്. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ തന്റെ ക്രൂശ് മരണത്തിന്റെ തീഷ്ണതയാണ് അതിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 22-ാം വാക്യം താൻ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ സഹോദരന്മാരുടെ മധ്യത്തിൽ താൻ കീർത്തിക്കുന്ന വചനം പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുക. അതുകൊണ്ടാണ് 22-ാം വാക്യം വായിക്കുന്നത്, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് പറഞ്ഞ വാക്ക് എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് എഴുതിയപ്പോൾ പറയുക, ഇത് ആര് പറഞ്ഞതെന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 11-ാം വാക്യത്തിൽ വായിച്ച അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ എന്ത് ചെയ്തു? ഈ 22-ാം സങ്കീർത്തനത്തിലെ വാക്യം പറയുക. ഈ വാക്യം ഒന്നിനെ ആര് പറഞ്ഞ വാക്യം എന്നാ പറഞ്ഞിരിക്കുന്നത്? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം താൻ പറഞ്ഞ വാക്യമാണ്, സഹോദരന്മാരുടെ മധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. ഇന്ന് രാത്രികാലം കർത്താവ് ഈ വായിച്ച വേദഭാഗത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ പറയുന്ന ഒരു ഭാഗമാണ് 12-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതുപോലെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ അതും പഴയ സമയം തീരാറായി. 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ 2 കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവചനം 8:17, 18 വാക്യങ്ങളിലാണ്. അത് നമ്മുടെ മലയാളം ബൈബിളിലെ ഹീബ്രുവിലെ ട്രാൻസ്ലേഷനാണ്. ശരിക്കുള്ള ഗ്രീക്കിലുള്ള വാക്കുകൾ അതുപോലെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുക. എന്ന് പറഞ്ഞാൽ 13-ാം വാക്യം ഇങ്ങനെ വായിച്ചു. 13-ാം വാക്യം ഒന്ന് വായിച്ചോ. ഇതിന്റെ 12 കഴിഞ്ഞ് 13-ാം വാക്യത്തില് എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മതി. സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ ചെയ്യുന്ന 3 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് എന്ത് ചെയ്യും?
ഒന്ന്, സഹോദരന്മാരുടെ മധ്യേ ഞാൻ നിന്നെ കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും, ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വേദഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ ഈ ശരിക്കെന്ന് പറഞ്ഞ യെശയ്യാ പ്രവാചകൻ അവിടെ ഇസ്രായേൽ മക്കളെ നോക്കി പറയുന്ന വേദഭാഗം, അതിനകത്തും മിശിഹയെ പറ്റിയുള്ള പ്രോഫസികൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ വേദഭാഗം നമ്മൾ 12-13 വായിച്ചത്. അതിൽ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ താൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് നമ്മളെ വിശുദ്ധീകരിച്ച് സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ നിന്നതുകൊണ്ട് നമുക്കുണ്ടായ ഗുണമെന്ന് പറയുന്നത്, ഒന്ന്, സഹോദരന്മാരായിട്ട് നമ്മൾ മാറി. രണ്ടാമത് പറയുകയാണ്, ഞാൻ എൻ്റെ ഞാൻ യേശു കർത്താവ് തൻ്റെ ഉറപ്പ് പറയുക, ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. നമ്മൾ വായിക്കുമ്പോൾ ഇത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള അർത്ഥമുള്ള വാക്യം വായിക്കുന്നുള്ളൂ. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. എന്നിട്ട് 14-ാം വാക്യം ഞാൻ അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 14-ാം വാക്യം തുടങ്ങുന്നത്, 14-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം കൂടെ ഒന്ന് വായിച്ചോ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഇവിടെ അതിനകത്ത് ഇവിടെ മുകളിൽ നമ്മൾ പറഞ്ഞു സഹോദരന്മാരാണ്, മക്കളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് 14-ാം വാക്യത്തിൽ നമ്മൾ therefore, ഈ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല, ഫോർ ആസ് മച്ച് എന്നുള്ള ചില ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലുണ്ട്. അല്ലെങ്കിൽ ആകെ കൊണ്ടെന്ന, മക്കൾ ജഡരക്തം, എന്ത് റീസൺ കൊണ്ടാണ് അവൻ ജഡരക്തങ്ങളോട് കൂടിയവനായത്? therefore, since the children share in flesh and blood, he himself likewise also partook the same. ഏത് റീസൺ കൊണ്ടാണ്? മക്കൾ ജഡരക്തങ്ങളോടായതുകൊണ്ട്. താന് ഈ മുകളിൽ പറഞ്ഞ 3 വാക്യങ്ങളുടെ കൺക്ലൂഷനാ പറയുന്നത്. എന്തുകൊണ്ട് സഹോദരന്മാരെ വിളിക്കാൻ ലജ്ജിക്കാതെ വിളിച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ പോലെ താനും ജഡരക്തങ്ങളോട് കൂടിയവനായി. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് പോലെ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന ജഡരക്തം എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ജഡരക്തം എന്ന് ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവ് പുത്രൻ തമ്പുരാൻ, 1-ാം അധ്യായത്തിൽ പറയുന്ന പുത്രൻ തമ്പുരാൻ എന്തുകൊണ്ട് മനുഷ്യത്വം എടുത്തു എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. മക്കൾ ജഡരക്തങ്ങളോട് കൂടവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ എന്ത് ചെയ്തു? ജഡരക്തങ്ങളോട് കൂടിയവനായി. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് ഹി ടുക്ക് ഹോൾഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ. അത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. അവൻ എടുത്തു, ഈ പാർട്ടുക്ക് ഓഫ് ദ സെയിം നേച്ചർ. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഇത് നടന്നുപോയൊരു സംഭവമാണ്. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ ജഡരക്തങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മുടെ ഈ ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ മനുഷ്യ ജഡത്തിനാണ് ജഡരക്തങ്ങൾ എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 15:50 നമുക്കറിയാം. 1 കൊരിന്ത്യർ ചാപ്റ്റർ 15:50 നമ്മൾ പറയുന്നുണ്ട്, ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവകാശമാക്കാൻ പറ്റത്തില്ല. കർത്താവ് എന്ത് ചെയ്തു? ജഡരക്തങ്ങളോടുകൂടെ നമുക്ക് തുല്യനായിട്ട് വന്നു. ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. എന്നാലും പിന്നെ എന്ത് ചെയ്യണം? അവിടെ തന്നെ പറയുന്നുണ്ട്, എന്ത് ചെയ്യും? അവിടെ നമ്മുടെ തേജസ്കരണത്തെ പറ്റി പറയുന്നത്. ഇത് പറയാൻ വന്നത് 3 കാര്യങ്ങളാ ഒരു ദൈവമകന്റെ ജീവിതത്തിൽ. ഒന്ന്, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം എന്ന് പറയുന്ന ഒരു ക്രിസ്തുവിൽ തൻ്റെ വിശ്വാസം അർപ്പിക്കുമ്പോൾ അവൻ നീതീകരിക്കപ്പെടുന്നു. രണ്ടാമത് നമ്മൾ വായിച്ചതുപോലെ പുത്രന്റെ തേജസ്സിന് അനുരൂപമാകുമ്പോൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവൻ്റെ ജീവിതകാലം മുഴുവൻ. ഈ ജഡരക്തങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അവനെ എന്ത് ചെയ്യും? യേശു കർത്താവ് അവനെ തേജസ്കരിക്കും. അവനെ സ്വർഗീയമായിട്ട് അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, അതാണ് തേജസ്കരണം എന്ന് പറയുന്നത്. ഞാൻ ആ വാക്യം അവിടെ കൊണ്ട് അവസാനിപ്പിക്കും. നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഓർത്തോണം. നമ്മൾ ഈ പാർട്ടുക്ക് അവൻ ഈ ജഡരക്തമായെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. സമയമില്ല എടുക്കാൻ, അതുകൊണ്ട് ഞാൻ പറയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 14-ാം വാക്യം തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വായിച്ചു നോക്കിയേ. വചനം ജഡമായി തീർന്നു. ശ്രദ്ധിക്കുക, ഈ പറയുന്ന രണ്ടും കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു,
വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്ത 14-ാം വാക്യത്തിൽ പറയുന്ന വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനായി മാറി. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് യേശു കർത്താവ് ഗോഡ് മേൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യൻ. അവൻ ജഡത്വം, അവൻ വചനം ജഡമായി തീർന്നു. അവൻ പാർട്ടുക്ക്. നമ്മളതില്ല ജഡരക്തങ്ങൾ, നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ അവന് ഒരേപോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഇന്ന് രാത്രികാലം അവൻ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്തിനാണെന്ന് ചോദിച്ചാൽ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മനുഷ്യകുലത്തിന്റെ രക്ഷകനാകാൻ. നമ്മൾ ഈ 2-ാം അധ്യായം മുഴുവൻ പഠിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം പറയുന്നത് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തികളുടെ നീണ്ട നിരയാണ് നമ്മൾ വായിക്കുന്നത്. ജഡരക്തങ്ങളോട് കൂടിയവൻ. ഇന്ന് ഇവിടെ കൊണ്ടൊരു വാക്കുകളെ അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആഴത്തിൽ വചനം പഠിക്കുമ്പോൾ നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ കയറി പോകുന്നത് പോലെ, ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകുന്നത് പോലെ, എന്നാൽ അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ ഇത്രയും വലിയ സെൻസിറ്റീവായിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിച്ച ഒരു ഫ്ലൈറ്റ് പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചെന്ന് പറയേണ്ട, അവിടെ ഒരു പൈലറ്റ് ഉണ്ടെങ്കിൽ പോകുമെന്ന് പറയുന്ന പോലെ. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ വലിയ വില കൊടുത്ത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. ഇന്ന് രാത്രികാലം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരായി, അനുദിന ജീവിതത്തിൽ വിശദീകരിക്കപ്പെടുന്നവരായി, നമുക്ക് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തേജസ്കരിക്കപ്പെടുവാൻ വേണ്ടി ആ ദൈവം നമ്മളെ പറ്റിയുള്ള പദ്ധതി. ഇന്ന് രാത്രികാലം അതിലേക്ക് നമ്മളെ തന്നെ ആയിത്തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പം നമുക്ക് പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇപ്പം ജോണച്ചാൻ